അലീനയെ കൊണ്ടുപോകാൻ വൈജയ്ക്ക് മുൻപിലെത്തി നമ്മുടെ സ്റ്റാലിൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ ഇനി നടക്കാനായിട്ട് പോകുന്നത് വളരെ വലിയ സംഭവ വികാസങ്ങളാണ്. അതായത് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയായാലും, അതായത് അലീനയെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായും അത് തുറന്നു പറയണമെന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം തൻ്റെ കാർഡും കൊടുത്തിട്ടാണ് ബാലചന്ദ്രൻ പടിയിറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ ബാലചന്ദ്രൻ വരുന്നതും നോക്കി കാത്തു നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഗോവർദ്ധനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ ബാലേട്ടാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നീ എന്തായാലും കയറ്, നമുക്ക് പോകുന്ന വഴി സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും കൂടി പോവുകയാണ്. കാറിൽ കയറി എന്തായാലും ഇന്ന് യാത്ര തിരിക്കാൻ സാധിക്കില്ല എന്ന് ഗോവർദ്ധൻ ബാലചന്ദ്രനോട് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു മുറി നോക്കാമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ വന്ന കാര്യം നടന്നോ, ആളോട് സംസാരിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ ബാലചന്ദ്രൻ ചിരിക്കുക മാത്രം ചെയ്യുന്നു. അല്ല ബാലേട്ടാ, ചിരിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നത്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് ഗോവർദ്ധൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഗോവർദ്ധ, ഞാൻ വന്നത് വെറുതെ ആയിട്ടില്ലടോ. എന്തായാലും ഞാൻ വന്ന കാര്യം തന്നോട് പറയാൻ തന്നെ ഇരിക്കുകയായിരുന്നു. താൻ അതറിയാനും യോഗ്യനാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും മുറിയിലെത്തുന്നുണ്ട്. മുറിയിലെത്തി ഒരു റൂമൊക്കെ എടുത്ത് അവർ രണ്ടുപേരും ഫ്രഷ് ആയതിനു ശേഷം ബാലേട്ടൻ പറയാൻ വന്നത് പൂർത്തിയാക്കിയില്ലല്ലോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ആരാണ് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ഇല്ല ബാലേട്ടാ, അതാരാ എന്ന് ചോദിക്കുന്നു. 23 വർഷം മുമ്പ് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് നീ അറിഞ്ഞില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഗോവർദ്ധനാണെങ്കിൽ അതേ എന്ന് പറയുന്നു. അങ്ങനെയിരിക്കെ ആ 23 വർഷം മുമ്പ് ജനിച്ച ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാലോ ഗോവർദ്ധ, അതെന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ, എന്താ ബാലേട്ടൻ ഈ പറഞ്ഞു വരുന്നത്, വൈജേച്ചി പ്രസവിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ടോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടുമുണ്ട്, അവൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്, ഈ ഭൂമിയിൽ തന്നെയുണ്ട് എന്ന് പറയുന്നു. ഈ നമ്മുടെ കൺമുമ്പിലോ, ഈ ഭൂമിയിലോ, എങ്ങനെ, എന്തൊക്കെയായി ബാലേട്ടൻ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഗോവർദ്ധൻ തുടരുന്നു. ഇതേ സമയമാണെങ്കിൽ നിന്നോട് ഞാൻ പറയാതെ മറച്ചു പിടിച്ചൊരു കാര്യം തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. അലീന ആരാണെന്നാണ് നീ വിചാരിക്കുന്നത് എന്ന്. ഇതേ സമയം അലീന ബാലേട്ടൻ നേട്ടെടുത്ത ഒരു പെൺകുട്ടി, ഇപ്പം മകളുടെ സ്ഥാനം കൊടുത്ത് ബാലേട്ടൻ വളർത്തുന്നു, അത് അത്ര തന്നെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ നിനക്ക് തെറ്റി. അവൾ അവളുടെ അമ്മയെ കാണാനാണ് വർഷങ്ങൾക്ക് ഇപ്പുറം വന്നെത്തിയത് എന്ന് പറയുന്നു. അവൾ ഒടുവിൽ തൻ്റെ മുൻപിൽ അത് സമ്മതിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ട ഗോവർദ്ധൻ ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ബാലേട്ടൻ ഈ പറയുന്നേ, എങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും, എടാ ഗോവർദ്ധ, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, വൈജയന്തി പ്രസവിച്ച മകളാണ് അലീന എന്ന് പറയുന്നു. അത് കേട്ട ഗോവർദ്ധൻ ഒന്ന് ഷോക്കാവുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അപ്പോൾ അലീന വൈജയന്തിയുടെ ചേച്ചിയുടെ മകളാണെന്നാണോ ബാലേട്ടൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതേ എന്ന് പറയുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഇതാരാ, ബാലേട്ടൻ ഈ കാണാൻ വന്ന വ്യക്തിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇതാണ് സത്യം പറഞ്ഞാൽ അലീനയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്നു, സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നു, വൈജയുടെ മുൻ കാമുകൻ എന്ന് പറയുന്നു. അത് കേട്ട ഗോവർദ്ധൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. പിന്നീട്
നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അങ്ങനെ അലീന അവർക്കൊക്കെ കോഫി ഇട്ടുകൊണ്ട് എടുക്കുന്ന സമയം നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും തിരിച്ചെത്തുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ കണ്ടതും അലീന അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വൈജയന്തിയുടെ അതേ രൂപം, അതേ ഛായ. ഇപ്പോഴാണ് നമ്മുടെ ഗോവർദ്ധൻ ശരിക്കും അലീനയെ വീക്ഷിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് കാണാം. അങ്ങനെ ഗോവർദ്ധനാണെങ്കിൽ അലീനയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇതേ സമയം അലീന പറയുന്നുണ്ട് പേടിച്ച് വിറച്ച്, അങ്കളെ സത്യം എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാലേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മോളെ. നീ ഇത്രയും നാൾ അനാഥയാലയത്തിൽ താമസിച്ചതൊക്കെ വൈജയന്തിയുടെയും നിൻ്റെ അച്ഛൻ്റെയും തെറ്റായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ബാലേട്ടൻ പോയത് നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ അലീന ഇടഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്, ആരെ കാണാനാണ് പോയതെന്ന്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടേക്ക് എത്തുന്നുണ്ട്. ഗോവർദ്ധ, അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കഥ തുടരുന്നു. നിൻ്റെ അച്ഛനില്ലേ, നിൻ്റെ അമ്മയുടെ കാമുകൻ, അയാളെ കാണാൻ തന്നെയാണ് ഞാൻ പോയത് എന്ന് പറയുന്നു. അതായത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നു. അത് കേട്ട അലീനയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അലീന തുടരുന്നുണ്ട്. അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് ഞാൻ നിൻ്റെ അച്ഛനെ കാണാൻ പോയത് നിന്നെ സുരക്ഷിതമായി അയാളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അയാൾ നിന്നെ സ്വീകരിക്കുകയോ സ്വീകരിക്കില്ലേ എന്ന് അധികം വൈകാതെ അറിയാം. അയാൾ നിനക്ക് ഒരുപാട് സ്വത്ത് തരാനും പണം തരാനുമൊക്കെ ആശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും അവൾക്ക് ആവശ്യമില്ലെന്ന്. അച്ഛനെന്ന സ്ഥാനം, അതാണ് അവൾക്ക് ആവശ്യമെന്ന് ഞാൻ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. തൻ്റെ ഈ വളർത്തച്ഛൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അലീനയുടെ മുഖത്ത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ അലീന മുറിയിൽ പോയി പൊട്ടിക്കരയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അങ്ങനെയിരിക്കെ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചു വരികയാണ്. അലീനയെ പുറത്താക്കണമെന്നുള്ള ചിന്താഗതിയോടെ, ഉറച്ച തീരുമാനത്തോടെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അവിടെയുണ്ട്. ബാലചന്ദ്രനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ വൈജയന്തി. അലീനയോട് ഇപ്പോൾ ഇറങ്ങണമെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ സ്റ്റാലിൻ ബാലചന്ദ്രനെ വിളിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ വൈജയുടെ ഈ തോന്നിവാസത്തെ ഒന്നും പറയാത്തത് എന്ന് കാണാം. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിൻ വീട്ടിലേക്ക് വരുന്ന കാര്യം അലീനയിൽ നിന്നും മറച്ചു പിടിക്കുന്നു. ഇവിടെ വൈജയന്തി വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്നു. അലീനയെ പുറത്താക്കുവാൻ പിടിച്ച് പുറത്തേക്കെറിയാൻ നോക്കുന്ന ആ സമയം സ്റ്റാൻലി കടപ്പാട്ടൂർ വീടിൻ്റെ പടി കയറി വരുന്നു. സ്റ്റാൻലിയെ കണ്ടതും വൈജയന്തി ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജയന്തി ആകെ തലകുത്തി നിൽക്കുന്ന അവസ്ഥ, തകർച്ചയിലേക്ക് വീഴുന്നൊരവസ്ഥ. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ നീ തൊട്ടുപോകരുത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോഴതാ വൈജ തിരിച്ചറിയുകയാണ് സ്റ്റാലിൻ്റെ മകളാണ് അലീന എന്ന്. ഇതേ സമയം എന്ത് എങ്ങനെ ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വൈജയെ നീ അങ്ങനെ പോകാൻ വരട്ടെ, നിൽക്ക് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കഥ തുടരുകയാണ്. വൈജയന്തിയുടെ നാശത്തിലേക്കുള്ള കഥ തുടങ്ങുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇത് സ്റ്റാലിൻ്റെ മാത്രം മകളാണെന്ന് വിചാരിച്ച നിനക്ക് തെറ്റി വൈജയ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ തുടരുന്നുണ്ട്. നീയും സ്റ്റാലിനും ചേർന്ന് പണ്ട് നടത്തിയ ഒരു ഇടപാടിൻ്റെ ബാക്കി ചിത്രമാണ് ഇവൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ തുടങ്ങുന്നുണ്ട്. നിൻ്റെയും ഈ സ്റ്റാലിൻ്റെയും മകളാണ് അലീന എന്ന് ബാലചന്ദ്രൻ തുറന്നു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുന്ന വൈജയന്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.
വീഡിയോ ഫുള്ളായിട്ട് കാണണേ കൂട്ടുകാരെ.